നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയൊക്കെ നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നാലും ഞാനങ്ങ് വരുന്നുണ്ട്. ജിയാൻലുക ക്രിസ്റ്റിയാനി തീരുമാനമെടുത്തു കഴിഞ്ഞു. ബെർണാബ്യൂ ഞാനിതാ വരുന്നു. നേരത്തെ ലിസ്ബണിൽ വെച്ച് ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് പ്ലേ ഓഫ് മത്സരത്തിൽ ആദ്യപാദത്തിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇനി ആവർത്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വിനിയ ജൂനിയർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ബെർണാബ്യൂ നമുക്ക് അവിടെ കാണാം, അവിടെ വെച്ച് നമുക്ക് കാണാം, ബെർണാബ്യൂവിലേക്ക് വാ എന്ന തരത്തിൽ. റയൽ മാഡ്രിഡും അത്തരത്തിൽ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ ശരിയാണ്, വലിയ രൂപത്തിൽ ഹൊസ്റ്റൈലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകും. എന്നാലും കളിയിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ല ജിയാൻലുക ക്രിസ്റ്റിയാനി. ആ കളിക്ക് സാന്റിയാഗോ ബെർണാബ്യൂവിൽ ഇറങ്ങും. അവൻ ആ കാര്യം തീരുമാനിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പോർച്ചുഗലിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള റെക്കോർഡാണ്. പോർച്ചുഗീസ് ഫുട്ബോളും മറ്റുമൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമം റെക്കോർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ജിയാൻലുക ക്രിസ്റ്റിയാനി ഈസ് ഡിറ്റർമൈൻഡ് ടു ട്രാവൽ നെക്സ്റ്റ് വീക്ക് ടു ഫേസ് റയൽ മാഡ്രിഡ് ഇൻ ദി യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ലെഗ് മാച്ച് ഡിസ്പൈറ്റ് ദി ഹോസ്റ്റൈൽ വെദർ awaiting him at സാന്റിയാഗോ ബെർണാബ്യൂ. സാന്റിയാഗോ ബെർണാബ്യൂവിൽ അവനെ കാത്തിരിക്കുന്ന വളരെ ഹൊസ്റ്റൈലായിട്ടുള്ള കണ്ടീഷൻസ് അവിടെ ഉണ്ടാകുമെന്നെങ്കിൽ പോലും അവൻ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മാഡ്രിഡിലേക്ക് ട്രാവൽ ചെയ്യാൻ ഡിറ്റർമൈൻഡാണ്, ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ നമുക്കറിയാം, ഈ വിഷയത്തിൽ ഇപ്പോൾ യുവേഫ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോർച്ചുഗലിൻ്റെ ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ ഫിഫ ഇതുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി. അതിനിടയ്ക്ക് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ക്രിസ്റ്റിയാനി ലോ എന്ന തരത്തിൽ ഫിഫ ഒരു ലോ ഉണ്ടാക്കുന്നത് പോലും ചർച്ച ചെയ്യുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിക്കിടയിൽ വിവാദമാകുന്ന സന്ദർഭങ്ങളിൽ മുഖം പൊത്തി സംസാരിക്കരുത്, ഷർട്ട് വെച്ച് മുഖം മറക്കുന്നത് അനുവദിക്കില്ല എന്ന തരത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന വാർത്തയും വരുന്നു. റയൽ ഇന്നലെ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട്, തങ്ങളുടെ കയ്യിലുള്ള ലഭ്യമാവുന്ന എല്ലാ തെളിവുകളും യുവേഫയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി തീരുമാനമാണ് വേണ്ടത് എന്ന് റയലും പറയുന്നു. CBF രണ്ടാമത് വീണ്ടും വിശദമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ നാളെ ബെൻഫിക്കയ്ക്ക് കളിയുണ്ട് ലിഗ പോർച്ചുഗൽ എവിഎസിനെതിരെ. അത് കഴിഞ്ഞിട്ട് ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം വരുന്നത് അടുത്ത ബുധനാഴ്ചയാണ്. ബുധനാഴ്ച നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന രണ്ടാം പാദ മത്സരം. ആ രണ്ടാം പാദ മത്സരം ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ 1:30 ആ രണ്ടാം പാദ മത്സരം സാന്റിയാഗോ ബെർണാബ്യൂവിലാണ് നടക്കുക. അപ്പോഴേക്കും പക്ഷേ ഇദ്ദേഹത്തിനെതിരെ നടപടി വരാൻ സാധ്യതയില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും. അതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും, സെലക്ഷൻ അവൈലബിൾ ആയിരിക്കും. നിലവിലെ അവസ്ഥയിൽ ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം മുഖം മറച്ച് ഭീരുവിനെ പോലെ സംസാരിച്ചത് കൊണ്ട് അതിന് തെളിവുണ്ടാക്കാൻ ഒരു വഴിയുമില്ല. മറ്റൊന്ന്, ഇനിയിപ്പോൾ തെളിവ് ഉണ്ടെങ്കിൽ പോലും ഉണ്ടാക്കിയാൽ പോലും യുവേഫയുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് അടുത്ത ആഴ്ചക്ക് മുമ്പ് ഈ കേസ് തീരുമാനമാക്കി ഒരു തീരുമാനം പറയാനും സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിസ്റ്റിയാനി അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അവൈലബിൾ ഉള്ള ക്രിസ്റ്റിയാനി പുറത്തിരിക്കാൻ എന്തായാലും റെഡിയല്ല. നെഞ്ചു വിരിച്ച് സാന്റിയാഗോ ബെർണാബ്യൂവിൽ കാലെടുത്ത് വെക്കാൻ അവൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പോർച്ചുഗീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന് മാഡ്രിഡിൽ സാന്റിയാഗോ ബെർണാബ്യൂവിൽ എന്നറിയാൻ വേണ്ടി. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.